ഹിന്ദി എക്സാമിൽ ഒരു ലെറ്റർ ഇല്ലാത്ത ചോദ്യം നമ്മൾ ഇതുവരെ കാണത്തില്ല അല്ലെ. സോ ലെറ്റർ ചോദിക്കുവാണെങ്കിൽ ഏത് പാഠഭാഗത്തിൽ ഇമ്പോർട്ടന്റ് ലെറ്റേഴ്സ് ആണ് ഞാൻ പറഞ്ഞുതരാം. ഇത് 3 പഠിച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പേട് കവിത നമ്മൾ പഠിച്ചു അല്ലെ. സുശീൽ ശുക്ലിന്റെ പേട് കവിത നമ്മൾ പഠിച്ചു. കവിത എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നില്ലേ? ഇത് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുശീൽ ശുക്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ വായിച്ചു പേട് കവിത, ഇത് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവർ ലെറ്റർ എഴുതുക എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ സുശീൽ ശുക്ലിന്റെ പേരിൽ ഒരു ലെറ്റർ അയക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നൊരു കാര്യം നിങ്ങൾ പഠിച്ചോളൂ. അടുത്തൊരു ചോദ്യമാണ് സയാനി ബുവ കെ ഘർ ജോ സഖ്ത് അനുശാസനാണ്. സയാനി ബുവയുടെ ആ വീട്ടിലെ ആ ഡിസിപ്ലിൻ കണ്ടുകൊണ്ട് മന്നു ഭണ്ഡാരി എന്ത് ചെയ്യുന്നു? തന്റെ സുഹൃത്തിന് സയാനി ബുവയെ കുറിച്ചൊരു കാര്യം ലെറ്റർ ആയിട്ട് അയക്കുകയാണ്. രണ്ടാമത്തെ ലെറ്ററാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹാച്ചി കി വഫാദാരി, ഹാച്ചിയുടെ ആ ഒരു ലൊയാലിറ്റി, പ്രൊഫസറോടുള്ള ആ ഒരു ലൊയാലിറ്റി നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിന് ആ ഒരു ഹാച്ചിയെ കുറിച്ചുള്ള ഒരു ലെറ്റർ അയക്കുകയാണ് ചെയ്തത്. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇത് 3 നല്ല രീതിയിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്ലാസ് 8 ഹിന്ദിയിൽ നല്ലൊരു മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് എഡുപോർട്ട് ക്ലാസ് 8ന്റെ ഒരു സൂപ്പർ ആയിട്ടുള്ള വാട്സ്ആപ്പ് ചാനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ജിമ്മൻ സാർ എഡുപോർട്ട് ഐഡി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ലഭിക്കുന്നതാണ്. സോ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന ആനുവൽ എക്സാം നമ്മൾ സൂപ്പറായിട്ട് പഠിക്കാം. സോ ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്ലാസ് 8 ആനുവൽ എക്സാമിൽ ലഭിക്കുന്നതാണ്. ठीक है बच्चों, चैनल के अंदर मिलता है. थैंक यू.